ഹായ് ഫ്രണ്ട്സ്, ബിന്ദുസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ചിക്കൻ ചുക്കയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഞാൻ അതിനു വേണ്ടി 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളം തോർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ ആവശ്യമായ ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ തൈരും ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. തൈര് ചേർക്കുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടും. അതിലേക്ക് ഞാനൊരു മീഡിയം 3 സവാള കനം കുറച്ചരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കണം. നമ്മളൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഏതെണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം, പക്ഷേ വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാണ് ഒരു ടേസ്റ്റ്. അതിലേക്ക് നമുക്ക് ഈ സവാള അരിഞ്ഞത് ഇട്ട് അടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇളക്കി കൊടുത്ത് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കൻ ചുക്ക ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷനാണ്. അങ്ങനെ നമ്മുടെ സവാള നമ്മൾ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കത് കോരിയെടുക്കണം, കരിഞ്ഞു പോകാതെ. ബാക്കി സവാളയും കൂടെ നമുക്കതുപോലെ തന്നെ വറുത്ത് കോരിയെടുക്കാം. നമ്മുടെ സവാളയെല്ലാം നമ്മൾ വറുത്ത് കോരിയെടുത്ത് നമുക്കിതൊന്ന് പൊടിച്ച് വയ്ക്കാം. എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ച് വെക്കാം. എത്രയും പൊടിക്കാമോ അത്രയും പൊടിച്ച് വെക്കാം. നമ്മുടെ സവാളയെല്ലാം അങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വയ്ക്കാൻ തുടങ്ങാം. നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ സവാള വറുത്ത് കോരിയ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു 2 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് നമുക്ക് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾക്കതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി ചില്ലി പൗഡറും എരിവുള്ള മുളകും കൂടെ പൊടിച്ചതാണ്. കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ഒരു ചെറിയ 3 തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ തക്കാളിയും മസാലകളും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ. ഇന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ അങ്ങനെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. തീ കൂട്ടിയിട്ട് 1-2 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തായിരുന്നു, അത് കാരണം നോക്കിയിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ഇവിടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്, ഇല്ലെങ്കിൽ അടിയിൽ ചിലപ്പോൾ കരിഞ്ഞു പിടിക്കും. നമ്മുടെ ചിക്കനകത്ത് നമ്മൾ ശകലം പോലും വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ചിക്കനകത്തു നിന്നൊക്കെ വെള്ളം ഒക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. പകുതി മുക്കാലും വേവായിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ വേവിക്കാം. നമ്മുടെ ചിക്കനൊക്കെ അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം.
മുഴുവനായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ആ സവാളയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയോടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട തിക്ക് ഗ്രേവിയാണ്. ഗ്രേവികളെല്ലാം ചിക്കനിൽ പിടിച്ച്. ഇത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അങ്ങനെ നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.